ഷേ, ദിസ് ഈസ് ക്വൈറ്റ് ഇൻഡീസെന്റ്. നോ, ഐ കാൻ ബെയർ ദിസ്. ഇങ്ങനെയാണെങ്കിൽ എനിക്കിത് സംവിധാനം ചെയ്യാൻ പറ്റില്ല. നീ ഒന്ന് ക്ഷമി എൻ്റെ പൊന്നു മച്ചാനെ, അവന്മാരിപ്പം എത്തും. എപ്പോ, എങ്ങനെ എത്തുമെന്നാണ് നീ പറയുന്നത്? വണ്ടി ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എണ്ണ അടിക്കണമെങ്കിൽ നമ്മളൊക്കെ പിച്ച എടുക്കണം. ഓ വരുന്നു. നില്ല്, നമ്മുടെ സിനിമ വേണോ വേണ്ടേ എന്ന് തീരുമാനിച്ചിട്ട് നീയൊക്കെ വന്നാൽ മതി. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇത്രയും മുടയും ചാടയൊക്കെ ആണെങ്കിൽ ഇവൻ സംവിധാനിച്ച് തുടങ്ങിയാലത്ത് ഒരു ഗതി. സംവിധായകൻ സാറേ, അടിയങ്ങളെ മാപ്പാക്കി തരണം. നീ ഒന്ന് ചുമ്മാരടി. സത്യമായിട്ട് ഉപ്പ വന്ന് അനുവാദം ചോദിക്കാൻ താമസിച്ചോണ്ടാണ് ഞാൻ വൈകിയത്. എന്നെ നേരത്തെ വിട്ടേക്കണം. ഇരപിടിയും പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് 6:60 പറപ്പിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. ഇത് സിനിമയാണ്, പിള്ളേര് കളിയെല്ലാം ഓർമ്മിക്കണം. നേരം കളയാൻ നമുക്ക് തുടങ്ങാം. ബൈക്ക് വീട്ടിൽ ചെന്നാൽ അതിന് ബോണസ് കളി വേറെ കിട്ടും. കൊള്ളാം, കഥ കൊള്ളാം. നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ട്. ഇന്നത്തെ സിനിമയിലില്ലാത്തതും അതാണ്. സെൽഫ് ക്രിറ്റിസിസം ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് തെറ്റും ശരിയും ഇനിയും നമ്മുടെ തലമുറ തിരിച്ചറിയാതെ പോകുന്നത്. ശരിയാണ്. മുതിർന്ന തലമുറ അത് കണ്ടെത്തി ഉപദേശിച്ചാൽ നമുക്കവർ വെറും കത്തി. ഏതിനും ഒറ്റ നായിക മാത്രമുള്ളത് കൊണ്ട് നായകൻ ഞാൻ തന്നെയല്ലേ അബി? ആ കായൽക്കരയിലെ സ്ത്രീയുടെ വേഷമാണ് ഞാൻ മനസ്സിൽ കണ്ടുവച്ചത്. സമയം പോകുന്നടേ, നമുക്കിതെങ്ങനെ സിനിമയാക്കാന്ന് ആലോചിക്കാം. അപ്പോ മണിയുടെ കാര്യം? മണിയോ? മണിക്ക് പറ്റിയ റോളൊന്നുമില്ല. പോരാതന അയാൾക്കൊക്കെ ഒടുക്കത്തെ കാശ. എന്തു മനുഷ്യനാടാ നീ? എടാ പോത്തേവൻ പൈസയുടെ കാര്യമാടാ പറഞ്ഞത്. എത്ര രൂപ വേണ്ടി വരും ഡാബി? കുറഞ്ഞത് ഒരു 10 രൂപയെങ്കിലും വേണ്ടി വരും. 10 ലക്ഷോ? കുന്തം, ഒരു 10,000 രൂപ ഉണ്ടാക്കുന്ന കാര്യമാടേ പറഞ്ഞേ. നമുക്ക് ഓരോരുത്തർക്കും പാരൻസിൻ്റെ ഒന്ന് ഓരോ പേഴ്സണൽ ലോൺ എടുത്താലോ? ഗുഡ്, കിടിലം ഐഡിയ. അനുവാദത്തിന് തന്നെ ഞാൻ വീട്ടുകാരുടെ മുമ്പിൽ ഒരുപാട് കെയിം ചെയ്താ എന്നെ നിങ്ങൾ ഷെയറിൽ നിന്ന് ഒഴിവാക്കി തരണം. പൊതിച്ചോറും വണ്ടികളും മറ്റെല്ലാ കാര്യങ്ങളിലും എല്ലാവരും കൂടണം. Okay. Confidence is the secret of our success. So next Monday we will start the shoot. പരീക്ഷയുടെ ഇത് പഠിച്ചു പരീക്ഷയുടെ കാര്യമൊക്കെ അങ്ങനെ +2 കടന്നിട്ടൊന്നും കാര്യമില്ല. മാർക്കാണ് കാര്യം. അതെല്ലാം നിന്നെപ്പോലുള്ളവർക്ക്, ഡ്രൈവറും കണ്ടക്ടറും മെക്കാനിക്കും മുതൽ താഴോട്ടുള്ളവർക്ക് +2 തന്നെ ധാരാളം. ഇതാണ് നമ്മുടെ തലമുറയുടെ കുഴപ്പം. മുമ്പിൽ അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും കുറുക്കു വഴിയിലൂടെ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നാൽ മതി എന്ന വിചാരം. നമ്മൾ ഇവിടെ തന്നെ നിൽക്കാമെന്നല്ലേ അവന്മാരോട് പറഞ്ഞത്? ദേ അവന്മാർ വരുന്നുണ്ട്. അവന്മാരവിടെ ഉണ്ട്. അവന്മാരവിടെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നടേ? നമ്മൾ ഉറക്കം ഒഴുകിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചോണ്ട് വരുമ്പോൾ ഇന്ന് എൻ്റെ അടുത്തൊരുത്തവൻ ഉണ്ടായിരുന്നു. അതാരടെ? ആടി മൂടി ഒരു തുണ്ടു മനുഷ്യൻ. പേടിച്ച് വിറച്ചിരുന്നു എന്നോട്. അവൻ്റെ ഒടുക്കത്തോരോരോ സംശയങ്ങൾ. അവനെ പോലുള്ള തുണ്ടന്മാർ ഡോക്ടർ ആവുമ്പോഴാണ് പാവൻ രോഗികളുടെ തുണ്ടുകറി പോകുന്നത്. വന്നല്ലോ വനമാല. ആഹാ, ഹായ്. ജനകൊടിയുടെ വിശ്വസ്ത സ്ഥാപനം പോലെ ഉണ്ടല്ലോടാ നിന്റെയൊക്കെ മുഖം. ജയിക്കൂ. സ്കൂൾ ലൈഫിലെ അവസാന ദിവസമല്ലടേ. നീ വരുന്നടി ചെഞ്ചിരി. അടിയനില്ലേ? ബൈ ബൈ. അപ്പോൾ നമുക്ക് നേരെ കോവളത്തേക്ക് വിട്ടാലോ? വണ്ടിക്കാശ് പിരിവെടുത്ത് വാങ്ങിയ സാധനമാണ്. തള്ളി താഴെന്നെങ്കിൽ ഏവനായാലും കുത്തു വാങ്ങിയാന്. ഏച്ചി തരവൊന്ന് പതുക്കെ പറയടേ, ആരെങ്കിലും കേൾക്കും. ഇനി മുതൽ നമ്മൾ വെറും കുട്ടികളല്ല,
പ്രൊഫഷണൽ കോഴ്സുകളിലേക്കും ജീവിതത്തിലേക്കും ലക്ഷ്യബോധത്തോടെ ഉറച്ച കാൽവെപ്പുകളുമായി നമ്മൾ വഴിവരികയാണ്. ഡയറക്ടറെ കാണാപ്പാടം പഠിച്ചാണെങ്കിലും പറയുന്നതിൽ കാര്യമുണ്ട്. ഇനി നീ പറയടേ. ഇനി ബാക്കി ഞാൻ പറയാം. എല്ലാ വർഷവും ഈ ദിവസം എവിടെയായിരുന്നാലും എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ചു കൂടണം. ഇതെന്താ ക്ലാസ്മേറ്റ് സിനിമയോ? സീരിയസിനിടയിൽ വെളുപ്പിടിച്ച് ബോറാക്കാടെ. നമ്മൾ അടുത്ത വർഷം വെള്ളാനിക്കാൽക്കരയിൽ കൂടുന്നു. ഓക്കെ? ഓക്കേടാ. റൈറ്റടാ. ബായ്, വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് നോക്കണമല്ലോ. നീ എന്താടാ ഈ വഴിക്ക്? എനിക്കെന്താ ഈ വഴിക്ക് വന്നിടും? നീ ഏതോ വർക്ക്ഷോപ്പിലാണെന്ന് അഭിറാം പറഞ്ഞിരുന്നു. ഇവിടെ ആയതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരെ ചിലപ്പോൾ കാണാൻ പറ്റും. നീ ഈ വഴിക്ക് ആരെ കാണാൻ ഇറങ്ങിയതാ? കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട് വരെ. ഡോക്ടറാ? ആ, നിന്റെ മനുഷ്യരെ വെട്ടിപ്പൊളന്നുള്ള പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നിന്റെ വണ്ടി പൊളിച്ചെടുക്കൽ പഠനമൊക്കെ എങ്ങനെ? ആ ചേട്ടൻ കേൾക്കണ്ട. ആശിച്ച ജോലിയായതുകൊണ്ട് വിഷമമൊന്നുമില്ല. ബ്രേക്കൊക്കെയാണ്. ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ നമ്മൾ ഒന്നാം കെട്ടുകയെന്ന്. അത് ഈ ജന്മം നമുക്ക് മറക്കാൻ പറ്റുമോ? മറ്റുള്ളവന്മാരെ എങ്ങാനും കണ്ടാൽ അന്വേഷണം പറയണം. ഇത് വെച്ചോ. ചേട്ടാ കാശ്. ആ ഡോക്ടർ പയ്യൻ എന്നോട് പഠിച്ചതാ. പോയി പണി തീർക്കാൻ നോക്കും. എങ്ങോട്ടാ മക്കളെ? ഞങ്ങളാ കടവരെയാ, കാര്യം കാണാനാ. മക്കളെ, കായൽ മൊത്തം മണ്ണെടുത്ത കുഴിയാണ്. അവിടെയെങ്കിലും ചെന്ന് ഇറങ്ങില്ല മക്കളെ. കേട്ട് എവിടെ തിരിഞ്ഞാലും ഒടുക്കത്ത ഒരു ഉപദേശം. അമ്മയും പ്രത്യേകം പറഞ്ഞു വിട്ട ഇത് തന്നെ. ഏത് വീട്ടിലെ മക്കളോ എങ്ങോട്ട് പോണോ എന്തോ. അമ്മയുടെ പഠിപ്പിക്കണ്ട. ഞാൻ സോപ്പ് എടുത്തിട്ട് വരാടാ. എന്നെ രക്ഷിക്കടാ. സുരിന്ദാലെ സുരിന്ദാലെ. സിനിമയല്ല, ജീവിതമാണ്. നീ ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട. ഏത് നേരത്ത് നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്തതൊക്കെ തെറ്റാണ്. എന്നാലും നമ്മുടെ വീട്ടുകാർ നമ്മോട് ക്ഷമിക്കും. നമുക്ക് തിരിച്ച് വീട്ടിൽ പോകും. പോടാ. ഷഹാന നീ ഒന്ന് കേക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട. ഷഹാന ഒന്നും പറയണ്ടെന്നല്ലേ പറഞ്ഞത്. വേണ്ടെങ്കിൽ വേണ്ട, നീ കേൾക്കണ്ട. ഞാനിനി എന്തായാലും വീട്ടിലേക്കില്ല. എൻ്റെ ഉമ്മയും ബാപ്പയും എന്നെ കൊന്നു കളയും. എന്തായാലും ഞാൻ വീട്ടിലേക്കില്ല. പിന്നെന്താ നിന്റെ ഉദ്ദേശം? എൻ്റെ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം.
എത്ര നേരമായി ഷഹാന, നീ ഇങ്ങനെ മറുപടി തരായിരുന്നിട്ട് ഒരു കാര്യവുമില്ല. രണ്ട് വീട്ടിലും അറിഞ്ഞുപോയ സ്ഥിതിക്ക് നമ്മുടെ ഈ പ്രായത്തിലെ എടുത്തുചാട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുവാൻ വൈകി പോകുന്നതാണ് കുഴപ്പം. ഇനി തത്വം പറയണമെന്ന ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും വഴി അന്വേഷിച്ചാലോ? അവരുടെയൊക്കെ അനുവാദം ചോദിച്ചിട്ടാണോ നമ്മൾ സ്നേഹിച്ചത്? എനിക്കെന്തിനും ഏതിനും നിന്നെ പിരിയാനോ പിന്മാറാനോ പറ്റൂല. എങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാടോ. മരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും സ്നേഹിക്കൂ? ഇവിടെ വരെല്ലാം കൊണ്ടെത്തിച്ചിട്ട് നീ ഇപ്പം എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക? സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് ആരാ കണ്ടുപിടിച്ചത്? നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും ബന്ധുക്കളും. എന്തേ അവർ നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ ഒരു വഴി പറ. നമ്മളെപ്പോലെയുള്ളവർ എന്നും കണ്ടെത്തുന്ന ഒരു വഴിയേ ഉള്ളൂ. പരിഹാരമല്ലെന്നറിഞ്ഞിട്ടും നമ്മളും ആ വഴിയെ പോവുകയാണ്. ഹലോ, നൗഫലല്ലേ? എടാ, അഫ്സൽ ഷാൻ ട്രെയിനിന് മുമ്പ് ചാടി ആത്മഹത്യ ചെയ്തു. ഇപ്പം തന്നെ നമുക്ക് അവരുടെ വീട്ടിൽ പോകണം. ഹലോ ഹലോ എടാ, നീ വേഗം സിദ്ദിഖിനെയും കൂട്ടി വരണം. ഞാൻ പുറപ്പെടുകയാണ്. എങ്ങനെയും എനിക്ക് ഈ സിനിമ പൂർത്തീകരിച്ചേ പറ്റൂ. തെളിച്ച വഴിക്ക് കഥ പോകുന്നില്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ വിധിയുടെയും വഴിക്ക് പോവുക തന്നെ. എത്ര വേഗമാണ് മനുഷ്യരുടെ ഓരോ കണക്കൂട്ടലുകൾ ദൈവം തട്ടിത്തെറിപ്പിക്കുന്നത്. ഇങ്ങനൊരു വിധി നമുക്കെന്നല്ല ആർക്കും പ്രതീക്ഷിക്കാനാവില്ല. നമ്മൾ രണ്ടാൾ മാത്രം ഈ കഥയിൽ അവസാനിച്ച് തോർക്കുമ്പോൾ എനിക്ക് സഹിക്കാനാവുന്നില്ല ഡാബി. ആര് പറഞ്ഞു ഇവിടെ നമ്മൾ രണ്ടാൾ മാത്രമാണെന്ന്? അഫ്സൽ, അഭിജിത്ത്, സിദ്ദിഖ്, സാജിദ്, സുജനല, എല്ലാവരുടെയും സാന്നിധ്യം, അവരുടെ ശബ്ദം, അവരുടെ ഗന്ധം എല്ലാം നമുക്ക് ചുറ്റുമുണ്ട്. നിനക്കെന്താടാ ഭ്രാന്ത് പിടിച്ചടാ ബ്രാമേ? നീ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങളും ജീവിതവും അല്ലട റിയലിസം. അത് ചിന്തകൾക്കും ഭാവനകൾക്കും അപ്പുറമാണെന്നുള്ള സത്യം നാം ഉൾക്കൊണ്ടേ മതിയാവൂ. നിന്റെ ഫിലോസഫി ശരിയായിരിക്കും, പക്ഷെ ഭാവനകൾക്കും യാഥാർത്ഥ്യത്തിനും ഇടയിൽപ്പെട്ടുപോയി എനിക്ക് ഇപ്പോൾ എന്നെ തന്നെ മനസ്സിലാകുന്നില്ല നൗഫൽ. ഒന്നും മനസ്സിലാകുന്നില്ല. നീ മാത്രമല്ലടാ, മഹാന്മാരായ പല എഴുത്തുകാരും കവികളും സ്വന്തം രചനയിലെ ഹറം പറ്റലുകളുടെ ചുരുകൾപ്പെട്ട് അസ്തമിച്ചു പോയിട്ടുണ്ട്. അയ്യോ അബി, നൗഫലെ, എനിക്ക് എത്രയും വേഗം തിരിച്ചു പോകണം. എനിക്ക് ശ്വാസമെടുക്കാൻ ശബ്ദിക്കാനും ആകുന്നില്ല. പ്ലീസ് എന്നെ ഇവിടെ കൊണ്ടുപോകണം.